ജീവിതത്തിൽ ഇത്ര ആത്മാർത്ഥമായിട്ടൊരു ഇത് കിട്ടിയിട്ടുണ്ടോ? പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ മുട്ടുകുത്തി നിന്നോ? എങ്ങനെ? അതെന്നെ മുത്തേ അങ്ങനെ. ഓക്കേടെ മുത്തേ. ചേച്ചി എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, ഈ ജയരാജന് ഞാൻ പ്രേമിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിന് തരില്ല ഞാൻ. അത് എനിക്ക് ഓർമ്മ ഉള്ളൂ. വഴിതെറ്റിക്കാൻ വന്നേക്കുവാ കുറേ പിശാചുക്കൾ. വേണ്ട വേണ്ട വേണ്ട, എൻ്റെ കൊച്ചേ മോനെ ഇങ്ങ് പോരെ. അമ്മയുടെ ഈ സൈഡിൽ വന്ന് നിന്നോ ബാ. പിന്നെ പ്ലിങ്ങോ സൗമ്യ ഹാപ്പി വാലന്റൈൻസ് ഡേ പറയുന്നത്. റെയിൻബോ എന്താ ഡിലീറ്റ് ആക്കി. പ്ലിങ്ങോ സെയിം ടു യു പറയുന്നുണ്ട്. ജയരാജ് പേടിക്കണ്ട, എൻ്റെ ഹസ്ബൻഡ് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ച് മോനെ. ഇസു അയ്യോ പ്ലിങ്ങ, ഞാൻ പാരപ്പള്ളിയോ എൻ്റെ സ്ഥലം വിറ്റ് പോവോ അറിയാത്ത ഏതോ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ് കണ്ണു വിളിച്ചിട്ട് പോനിങ്ങ് പോരെ. ഹായ് അഭിജിത്തെ സുഖമാണെന്ന് റോഷൻ ചോദിക്കേണ്ട. ഇസബല്ല സന്തു എന്ന് വിളിക്കുന്നുണ്ട്. പ്ലിങ്ങോ ഫെബ്രുവരി 14 ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ ജയരാജിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് വാവ് ഒത്തിച്ചിരിക്കുന്നുണ്ട്. ഹേ പിന്നെ അഭിജിത്ത് എനിക്ക് സുഖമാണ് പറയുന്നു. റോഷൻ ജയരാജ് ഹായ് പറയുന്നുണ്ട്. പ്ലിങ്ങോ പോവല്ലേ ചെയ്യാം മച്ചാനെ എന്ന് പറയുന്നുണ്ട്. പ്ലിങ്ങോ ഹാപ്പി വാലന്റൈൻസ് ഡേ പറയുന്നുണ്ട്. നമ്മുടെ സൗമ്യ സന്ധ്യ ദീദി പോകണ്ട, നമുക്ക് റെഡിയായി വരുമോ ദീദി എന്ന് ചോദിക്കേണ്ട. ഇസബല്ല സൗമ്യ ചേച്ചി എന്ന് വിളിച്ച് പുച്ഛിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. പ്ലിങ്ങോ ബിന്ദു ചേച്ചി ഹാപ്പി വാലന്റൈൻസ് ഡേ പറയുന്നു. ഓക്കെ താങ്ക് യുടാ മോനെ. സന്ധ്യ ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സന്ധ്യ വാ പ്ലിങ്ങോ എന്ന് പറഞ്ഞ് ഓടുന്നുണ്ടോ. ഇതൊക്കെ ഓടാമേ മുട്ടി നിൽക്കുകയാണ്. ഇസബല്ല ഹാപ്പി വാലന്റൈൻസ് ഡേ പറയുന്നുണ്ട്. നമ്മുടെ പ്ലിങ്ങോ ചേച്ചി എനിക്ക് ചായ വേണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇസബല്ലേ അങ്ങനെ വിളിക്കൂ എന്ന് പറയുന്നുണ്ട്. പ്ലിങ്ങോ സന്ധ്യ ദീദി എന്ന് പറയുന്നുണ്ട്. ഇസബല്ല പ്ലിങ്ങോ വിളിക്കുന്നുണ്ട്. സന്ധ്യ സുഖം റോഷൻ പറയുന്നുണ്ട്. ഞാൻ പോയി ഏതോ ഭാഷ അറിയാത്ത നാട്ടിലേക്ക്, ഇനി വായ തുറക്കാൻ പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇസബല്ല അപ്പുറത്തെ കടയിൽ കിട്ടും ഹേ എന്ന് പറയുന്നുണ്ട്. പ്ലിങ്ങോ അക്കു മോളിലേക്ക് നോക്കുന്നുണ്ട്. എന്താ അക്കു ഇവിടെ സംഭവിക്കുന്നത്? അഭിജിത്ത് മോളിലേക്ക് നോക്കുന്നുണ്ട്. സന്ധ്യ മുട്ടി ആരാണ് ആരാണ് എന്ന് എന്നെ കൊണ്ട് പറയിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഉവ്വ ഞാൻ കാണുന്നുണ്ട് കുറച്ച് നേരമായി ഓട്ടം. പിന്നെ എനിക്ക് ചായ തയ്ച്ച് തന്നെ ഉണ്ടാക്കി തരണമെന്ന് പറയുന്നുണ്ട്. അതാരാണ്? സന്ധ്യയല്ലേ? സന്ധ്യ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ. ഇസബല്ല ഹാപ്പി വാലന്റൈൻസ് ഡേ പറയുന്നുണ്ട്. നമ്മുടെ സൗമ്യ വരുന്നവരൊക്കെ ഒന്നില്ല ഡബിൾ ടാപ്പ് അടിക്കണേ, മറന്നു പോവല്ലേ. പ്ലിങ്ങോ ഇസബല്ല സന്ധ്യാമ്മ നിങ്ങൾ ഇറങ്ങി ഓടിക്കോ എന്ന് പറയുന്നുണ്ട്. കുറേ ഓടിയിട്ട് വന്നതാണ്, രാവിലെ തുടങ്ങി ഓട്ടാണ് ഒരു കൊട്ട പൂക്കളുമായിട്ട്. ജയ മോനെ അങ്ങനെ പറയല്ലേ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല ജയ മോനെ. ഒരു റേപ്പ് മതി, വേറെ ഒന്നും വേണ്ട. റേപ്പോ? റെപ്പോ അതെന്താ? കേട്ടാ മതി. റേപ്പാണോ റെപ്പാണോ അത്? എൻ്റെ ഈശ്വര, എൻ്റെ കൊച്ചിനോ മോനെ മതി, വേറെ ഒന്നും വേണ്ട. ഒരു റേപ്പ് കേട്ടാ മതി, അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം. റേപ്പോ? ഹരിയുടെ മോനെ ഹേ എന്ന് പറയുന്നുണ്ട്. അക്കുച്ചേട്ട ഞാൻ ഹാപ്പി വാലന്റൈൻസ് ഡേ പറഞ്ഞിട്ട്. സന്ധ്യമ്മയ്ക്ക് ഇപ്പോൾ കൃത്യനിഷ്ഠ ഇല്ല എന്ന് പറയണ്ട. ഇസബല്ല അതെങ്ങനെ? ഇന്ന് മൊത്തം പൂക്കളും കൊണ്ട് ഓട്ടമായിരുന്നു. പിന്നെ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനി നീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനി നീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. സന്ധ്യ ദീദി എവിടെ പോകാൻ? എൻ്റെ ദീദി പോകൂല എന്ന് പറയുന്നുണ്ട്. സന്ധ്യ പാവം ചെയ്യുക, പ്ലിങ്ങോയെ ഒന്ന് ലവ്ഡേ എന്ന് പറയുന്നുണ്ട്. കൊച്ചു ഓടിയെന്ന് തോന്നുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ സന്ധ്യ ചേച്ചി എന്ന് നമ്മുടെ സൗമ്യ പറയുന്നുണ്ട്. അമ്മേ റേപ്പല്ല റെസ്പോൺസ് ആണോ? അയ്യോ അത് അങ്ങനെയല്ലല്ലോ എഴുതിയേക്കുന്നേ. ഈശ്വര, ഞാൻ ഓർത്ത് എൻ്റെ കൊച്ചിന് വല്ല റേപ്പും ചെയ്യാൻ പോവുകയാണോ, ഞാൻ എങ്ങനെ പിടിച്ച് വലിച്ച് മാറ്റും എന്നല്ല ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. റെപ്പ്. ഓഹ് ഈശ്വര, സമാധാനായി മോനെ. ഇനി അമ്മ നല്ലോണക്ക് വായിക്കാം കേട്ടോ. പിന്നെ സന്ധ്യ ഞാൻ പോയില്ല പ്ലിങ്ങോ പറയണ്ട. സന്ധ്യാമ്മ മസാല ദോശ റെഡി എന്ന് പറയുന്നുണ്ട്. പ്ലിങ്ങോ റിപ്ലൈ പറയുന്നുണ്ട്. റിപ്ലൈ കൊടുക്ക്. ജയരാജ് ചിരിക്കുന്നുണ്ട്. ഇസു താ പറയുന്നുണ്ട്. ബിന്ദുമ സുഖമാണെന്ന് നമ്മുടെ സൗമ്യമോള് ചോദിക്കേണ്ട. സുഖമാണ് മോനെ. തുമ്പി ഹായ് ബിന്ദു ചേച്ചി പറഞ്ഞു വരുന്നുണ്ട്. എന്തോരം നാളായി കുഞ്ഞെ വന്നിട്ട്. സുഖമാണോ? ലൈവ് ഇടാൻ തുടങ്ങിയോ? അല്ല പ്രജിയാണ് ലൈവ് മുടക്കി കളഞ്ഞത്.